എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കളങ്കാവൽ, ബൾട്ടി, വിലായത് പുതിയ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് സിനിമ ഇറങ്ങിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മനോരമാക്സ് സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കിച്ച സുദീപ് നായകന സിനിമയാണ് മാർക്ക്. ഇതൊരു കന്നഡ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് മാർക്ക് സിനിമ നേടിയെടുത്തത്. ഈ മാർക്ക് എന്ന സിനിമ ജനുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാളൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മനോരമാക്സ് ആണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അടുത്ത DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DNA. അസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മനോരമാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസം തന്നെ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകന സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വരാൻ പോവുകയാണ്. മനോരമാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ ആമസോൺ പ്രൈമിലും സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയാലും OTTയിൽ ഒരു വട്ടം കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടും OTTയിൽ ബസൂക്ക വരുന്നില്ല. നേരത്തെ ചില റിപ്പോർട്ടുകൾ പ്രകാരം C5 ആയിരുന്നു OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ട് C5ഉം റിലീസാക്കിയിട്ടില്ല. ഇതിനർത്ഥം C5 വാങ്ങിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. പുതിയൊരു OTT പ്ലാറ്റ്ഫോം ബസൂക്കയുമായിട്ട് ഡീൽ നടത്തുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കളങ്കാവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കളങ്കാവൽ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വിനായകൻ, മമ്മൂട്ടിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കളങ്കാവലിൻ്റെ OTT ഇപ്പോൾ സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പുഷ്പ സിനിമയുടെ ഒരു മോഡലിലാണ് വിലായത് ബുദ്ധ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ചന്ദനകടത്തിന്റെ കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പൃഥ്വിരാജാണ് വിലായത് ബുദ്ധ സിനിമയിൽ നായകൻ. തിയേറ്ററുകളിൽ 3 മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ലേഖ അനുഭവപ്പെട്ടു. ഈ ഒരു കാരണം കൊണ്ടാണ് വിലായത് ബുദ്ധ പരാജയപ്പെട്ടത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ അടുത്ത വീക്ക് വിലായത് ബുദ്ധ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയാണ് വേല. നല്ലൊരു ത്രില്ലർ സിനിമ. ഈ ചിത്രം റിലീസായിട്ട് 3 വർഷമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ മനോരമാക്സ് വേല സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജനുവരി മാസം ലാസ്റ്റ് ആയിരിക്കും വേല സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ബൾട്ടി സിനിമ നേടിയെടുത്തത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഷൈനിക നായകനായ ബൾട്ടി സിനിമ നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ജനുവരി മാസത്തിൽ സർപ്രൈസായിട്ട് ബൾട്ടി സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. കൂടുതലും അടുത്ത വീക്കായിരിക്കും ബൾട്ടി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസേൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയും റിലീസായിട്ട് കുറേ കാലമായി. നിവിൻ പോളിയാണ് രാമചന്ദ്രയിലെ നായകൻ. എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സിനിമ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ജനുവരി മാസം ലാസ്റ്റ് ആയിരിക്കും രാമചന്ദ്രയുടെ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.